സംസ്ഥാനത്ത് വിവാദമായ PM ശ്രീ സ്കൂൾ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം വിഴുങ്ങി UDF. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന UDF മുന്നണി ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ആ കോലാഹലത്തിന്റെ അലയൊളികൾ ഇന്നും അടങ്ങിയിട്ടില്ല. പദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 4 അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പഠനത്തിനായി ഉപസമിതി എന്ന ചോദ്യമാണ് കേരളം ഉയർത്തുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധ്യക്ഷനായ സമിതിയിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, റോജി M ജോൺ, M ലിജു എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ഉപസമിതി രൂപീകരിച്ച വിവരം ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. ഈ സമിതി സമർപ്പിക്കുന്ന വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതിയിലെ തുടർ നടപടികൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ട്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ 2 തവണ UDF സർക്കാരിന് കത്തയച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ നയപരമായ തുടർച്ചയാണ് ഈ സർക്കാരെന്നും PM ശ്രീ പദ്ധതിയിലെ തങ്ങളുടെ നിലപാട് വ്യക്തമാണെന്നും പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി ഒഴിഞ്ഞുമാറിയെങ്കിലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സാങ്കേതികവും സാമ്പത്തികവുമായ വശങ്ങൾ കണക്കിലെടുത്താണ് സർക്കാർ ഇപ്പോൾ അനുകൂലമായ പുനർവിചിന്തനത്തിന് തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചനകൾ. ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതോടെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരും. PM ശ്രീ പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് മുൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശം തെറ്റാണ്. കഴിഞ്ഞ വർഷം നവംബർ 12-ന് PM ശ്രീ നടപ്പാക്കാനാകില്ലെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ച് കത്തയച്ചിരുന്നു. മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K വാസുകി കേന്ദ്രത്തിന് അയച്ച കത്ത് ഇന്ന് പല മാധ്യമങ്ങളും പുറത്തുവിട്ടതോടെ VD സതീശന്റെ മറ്റൊരു കളവ് കൂടി പൊളിഞ്ഞു. PM ശ്രീ നടപ്പാക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് കത്തിൽ പറയുന്നു. ആശങ്ക പരിശോധിക്കാൻ LDF മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചെന്നും സമിതി റിപ്പോർട്ട് വരുന്നതുവരെ ധാരണാപത്രവുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും കത്തിൽ പറയുന്നു. അതിനാൽ PM ശ്രീ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷമേ തുടർ നടപടികൾ ആലോചിക്കുമെന്നുമാണ് LDF സർക്കാരിന്റെ കാലത്ത് നൽകിയ കത്തിന്റെ ഉള്ളടക്കം. PM ശ്രീ പദ്ധതി സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുമെന്നും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശന്റെ വാദം. ഒരു ബ്ലോക്കിൽ 1 or 2 സ്കൂളുകൾ മാത്രം തിരഞ്ഞെടുത്ത PM ശ്രീ വിദ്യാലയങ്ങളാക്കി മാറ്റുമ്പോൾ അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരേണ്യവർഗത്തെ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കളയുമെന്നും അത് ചവറ്റുകുട്ടയിൽ എറിയുമെന്നുമായിരുന്നു ഇന്നത്തെ മന്ത്രി KM ഷാജി അന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നിലപാട് മാറുന്ന മുന്നണിയുടെ പേര് UDF ആണെന്ന് VD സതീശനും സംഘവും തുടർച്ചയായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.